മുല്ലപ്പെരിയാർ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെതിരെ മുല്ലപ്പെരിയാർ സമരസമിതി സുപ്രീം കോടതിയിൽ നിന്നും കേരളത്തിന് അനുകൂലമായി ചില നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടും ഇത് പ്രയോജനപ്പെടുത്താൻ സർക്കാരിന് കഴിഞ്ഞില്ല എന്ന് സമരസമിതി ആരോപിച്ചു. ഡോക്ടർ ജോ ജോസഫ് ഫയൽ ചെയ്ത സ്വകാര്യ അന്യായത്തെ തുടർന്ന് രാജ്യാന്തര ഏജൻസികളുടെ മേൽനോട്ടത്തിൽ സംയുക്ത ഡാം സുരക്ഷാ പരിശോധന നടത്താൻ 2022 സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇക്കാര്യത്തിലെ പുരോഗതി ജനങ്ങൾക്ക് മുമ്പിൽ സർക്കാർ വ്യക്തമാക്കണം. മരം മുറിക്കാനും ബേബി ഡാം ബലപ്പെടുത്താനുമുള്ള വിധികൾ തമിഴ്നാട് നേടിക്കഴിഞ്ഞു. കേരളം അലംഭാവം കാണിക്കുമ്പോൾ മുല്ലപ്പെരിയാർ ജലനിരപ്പ് 152 അടി എന്ന പ്രഖ്യാപിത നിലപാടിലേക്ക് തമിഴ്നാട് എത്തും. 2025 ഡിസംബറിൽ നടത്തിയ റിമോട്ട് സെൻസിംഗ് വെഹിക്കിൾ പരിശോധനാ റിപ്പോർട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നും സമരസമിതി ആവശ്യപ്പെട്ടു. സെൻട്രൽ ഗവൺമെന്റ് ഇത് പരിശോധിക്കാനായിട്ടുള്ള ഓർഡർ ഇട്ടിട്ടുണ്ട്. അതിന് ഒരു 5 അംഗ കമ്മിറ്റി അവർ നിയമിച്ചിട്ടുണ്ട്. 5 പേരെ അവർ ഇട്ടുണ്ട്. അവർ പറഞ്ഞേക്കുന്ന 1 മാസത്തിനുള്ളിൽ ഇനീഷ്യൽ ഇവാലുവേഷനും 4 മാസത്തിനുള്ളിൽ ഈ ഡാം സേഫ് ആണോ എന്ന് കണ്ടുപിടിക്കണം എന്നുള്ള പറഞ്ഞേക്കുന്നത്. ഇതിന്റെ ഈ സ്റ്റഡീസ് നടക്കാൻ പോകുന്ന ഈ സമയത്ത് ഇവിടെ ഇലക്ഷനാണ്, തമിഴ്നാട്ടിലെ ഇലക്ഷനാണ്. പക്ഷെ തമിഴ്നാടിനൊരു പ്രോപ്പർ സെറ്റപ്പ് ഉണ്ട് ഇതെല്ലാം നടത്താനും നോക്കാനും. കാവേരി ടെക്നിക്കൽ സെല്ലിനൊരു നല്ലൊരു ഗ്രൂപ്പ് ഉണ്ട് അവർക്ക് ഇത് നോക്കാൻ. ഇത് നമ്മുടെ ഇവിടെ അങ്ങനെ കാര്യമായിട്ടുള്ള സെറ്റപ്പ് ഒന്നുമില്ല. ജാഥകൾ നടത്തുന്ന രാഷ്ട്രീയ പാർട്ടികൾ മുല്ലപ്പെരിയാർ വിഷയത്തിലെ തുടർ നിലപാട് വ്യക്തമാക്കണം. പെരിയാറിൽ അടിഞ്ഞുകൂടിയ മാലിന്യം മഴക്കാലത്തിന് മുൻപ് നീക്കി നീരൊഴുക്ക് സുഗമമാക്കണം. ഈ ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി സർക്കാരിനും കേന്ദ്ര ജലമന്ത്രാലയത്തിനും പരാതി നൽകുമെന്നും മുല്ലപ്പെരിയാർ സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു. അമൃത ന്യൂസ്, ഇടുക്കി.